ഇതൊരു സൂപ്പർ മാർക്കറ്റ് ആണ്. സൂപ്പർ മെർക്കാഡോ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലേ സൂപ്പർ മാർക്കറ്റിന്റെ ഒക്കെ ആ ഒരു എന്തൊക്കെയോ നമുക്ക് എവിടെയൊക്കെയോ ക്ഷയിച്ച് കിടക്കുന്ന ഒരു പണ്ടത്തെ ഇല്ലമൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെയുള്ള പല സംഭവങ്ങളും. രാജ്യം ശരിക്കും ഇപ്പോഴും ഒരു 50 വർഷം പുറകിലാട്ടോ എല്ലാ കാര്യത്തിലും. ഇന്റർനെറ്റ് വരെ ഇപ്പോഴാണ് വന്നത്. ആര് പറഞ്ഞു? ഫീഡൽ കാസ്ട്രോ. മൂപ്പര് നിരന്തരമായി അമേരിക്കയുമായി സംഘർഷത്തിലായതുകൊണ്ട് അവിടെ സ്ഥിതിയൊക്കെ അല്പം മോശം. പല കാര്യങ്ങളിലും 50 വർഷം പുറകിലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും, പക്ഷെ ഇവിടുത്തെ നാട്ടുകാർക്ക് ഭയങ്കര കഷ്ടമാണെന്നാണ് എനിക്ക് പലരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ. സിദ്ധാർത്ഥ, നമ്മളായിട്ട് ക്യൂബയെ കൊച്ചാക്കി സംസാരിക്കരുത്. ടൂറിസ്റ്റുകൾ മെയിനായിട്ട് വരുന്ന സ്ഥലങ്ങൾ മാത്രമാണ് കാണാൻ നല്ല ഭംഗിയോടുകൂടി വെച്ചിരിക്കുന്നത്. ബാക്കി ഉള്ളതൊക്കെ ആ ഒരു വീടുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം അവരൊക്കെ അവർക്കൊക്കെ എത്രത്തോളം ഒരു ക്വാളിറ്റി ഓഫ് ലിവിംഗ് ഉണ്ടെന്നുള്ളത്. പിന്നെ ഒരു കാര്യം, ഒരു രാജ്യത്തിന്റെ വളർച്ച നിശ്ചയിക്കുന്നത് അവിടുത്തെ വലിയ കെട്ടിടങ്ങളാണെന്ന് ഫിഡൽ കാസ്ട്രോ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് പോകുന്നുണ്ടോ ബസ്? ഇതാണ് ഇവിടുത്തെ ബസ്. നോക്കി, ടിപ്പർ ലോറി ബസ്സാക്കി ഓടിക്കുന്നു. ഇപ്പൊ ഇങ്ങനത്തെ വണ്ടികളാണ് കാണാൻ സാധിക്കുന്നത്. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. രസകരമായിട്ടുള്ള രാജ്യമാണ്. വികസനം പാടെ പുറമോട്ടാട്ടോ. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി കാണത്തില്ലേ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആളുകളൊക്കെ കഷ്ടത്തിലാണ്. പോയി മനുഷ്യന്റെ ഒരു അവസ്ഥ എന്നല്ലാതെ എന്താ പറയാ. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവും. കുടുംബം നന്നായ സമൂഹം നന്നാവും. സമൂഹം നന്നായ രാജ്യം നന്നാവും. രാജ്യം നന്നായ ലോകം നന്നാവും. അങ്ങനെ പല സംഭവങ്ങളും ഈ പെട്ടിക്കകത്ത് നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. വേണ്ട.